ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് എനിക്കൊരു 50 സോപ്പിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ മുതൽ അതിൻ്റെ ഒരു പണിത്തിരക്കിലായിരുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും കൂടി നമുക്ക് പാക്ക് ചെയ്യാനുള്ളതുണ്ട് കേട്ടോ. പാക്ക് ചെയ്യാൻ മീൻസ് ഇങ്ങനെ ഈ ക്ലീൻ റാപ്പിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കണം, അല്ലെങ്കിൽ സ്മെല്ലൊക്കെ അങ്ങനെ വേഗം പോകും അതിൻ്റെ. അപ്പോൾ നമുക്കിനി അത് ചെയ്യാം. കുറച്ച് ചെയ്തപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അതൊരു വീഡിയോ ആക്കാമെന്ന്. അപ്പോൾ പിന്നെ ഞാൻ പോയിട്ട് വീഡിയോ എടുക്കണേ. കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ വിളിച്ചിട്ട് ഇതുപോലെ സോപ്പ് പൊതിയണ വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരുമെന്ന് ചോദിച്ചാൽ. പക്ഷെ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് അയച്ചു കൊടുത്തു. ആദ്യം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ അത് എളുപ്പമാണ്. ബാക്കിയുള്ള പണികൾ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ കുറേ സമയമെടുക്കും. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ ഇത് കൊറിയർ ചെയ്യാനുള്ളതാണ്. ഈ ഓർഡർ വന്നിട്ട് 3-4 ദിവസമായി. ഞാൻ മടി പിടിച്ചിരിക്കണമായിരുന്നു. പിന്നെ ഈ കസ്റ്റമർക്ക് അറിയാം ഞാൻ ഈ സോപ്പിൻ്റെത് പറഞ്ഞ 3-4 വൈകാറുണ്ട് സാധാരണ. അപ്പോൾ അവരതനുസരിച്ച് തീർന്നതിന് മുമ്പ് ഓർഡർ തരും. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തന്നെയല്ല, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്കൊക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് കുറച്ച് അങ്ങോട്ട് നീങ്ങിയിരിക്കാം. ഇവിടെ ഇനിയിപ്പോൾ ഇത് വെക്കാൻ സ്ഥലമില്ലല്ലോ. ഈ നല്ല വശം താഴേട്ടാക്കി വെക്കണം. വലൈക്കും സലാം. മോന് സ്കൂളിൽ നിന്ന് വന്നതാണ്. അതെ വന്നു, ഒരു മിനിറ്റ്. അപ്പം നമ്മൾ അലോവേര ജെൽ മേക്കിങ്ങിൻ്റെ ക്ലാസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അലോവേര ജെൽ മേക്കിങ്ങിൻ്റെയും അതുപോലെ സോപ്പ് മേക്കിങ്ങിൻ്റെ അതിൻ്റെയൊക്കെ ക്ലാസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ എപ്പോൾ സോപ്പ് ഉണ്ടാക്കി നമ്മൾ സെയിൽ ചെയ്യാൻ നേരെ അത് നമുക്ക് കറക്റ്റ് അളവിലൊക്കെ ചെയ്ത് പഠിച്ച ശേഷം അത് സെയിലാക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും നമുക്ക് ഓർഡർ കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. എന്തെങ്കിലും കാണിച്ച് അങ്ങോട്ട് സോപ്പ് ഉണ്ടാക്കിയിട്ട് കസ്റ്റമർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ കിട്ടില്ല. അപ്പോൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ കറക്റ്റായിട്ടെല്ലാം പഠിച്ച ശേഷം മാത്രം നമ്മുടെ സ്വന്തം ഉപയോഗത്തിനാണെങ്കിൽ കുഴപ്പമില്ല. കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും
കറക്റ്റ് അളവിലെല്ലാം ചേർത്തൊക്കെ ഉണ്ടാക്കി. അപ്പം നമ്മളിത് ഇങ്ങനെ എല്ലാ സോപ്പുകളും ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് പൊതിഞ്ഞെടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനിത് ഇത്രയും സോപ്പുകൾ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടോ, കവർ ചെയ്ത് കഴിഞ്ഞ് ഇനി ഒരു 5-6 സോപ്പും കൂടി ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് സോപ്പും കൂടി പൊതിഞ്ഞ് വെച്ചിട്ടാ. വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കണ്ടെന്ന് വിചാരിച്ചാൽ എല്ലാം കാണിക്കാതിരുന്നത്. ഇനി നമുക്കിതിൻ്റെ കവറുകൾ 50 സോപ്പ പറഞ്ഞത്, പക്ഷേ 48 ആയുള്ളൂ. പിന്നെ 50 തികച്ചില്ല, അത് തന്നെ അയക്കാമെന്ന് വിചാരിച്ചത്. കുഴപ്പമില്ല, എന്തായാലും ആ ചേച്ചി ഇത് സോപ്പ് തീരുന്നതിന് മുമ്പ് അടുത്ത ഓർഡർ തരുമല്ലോ, അപ്പോൾ പിന്നെ അത് പ്രശ്നമല്ല. അപ്പോൾ നമുക്ക് ഇനി 48 കവർ എടുത്ത് നോക്കണം. ഈ കവർ 46 ഉണ്ടായുള്ളൂ കേട്ടോ. 2 കൂടി ഇതിൻ്റെ കൂടെ വെക്കണം. ഇനി നമുക്ക് ഇതുപോലെ ഒരു ബബിൾ റാപ്പിൽ ഇത് പൊതിഞ്ഞെടുക്കണം ഈ സോപ്പ്. വയനാട് വരെ പോകാനുള്ള സോപ്പാണ്. അപ്പം അത് ഇനി
യാത്രയിൽ ഇനി അതിന് വല്ല ചളക്കും ഒന്നും കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലീൻ റാപ്പ് ഇട്ട് പൊതിഞ്ഞെടുക്കുന്നത്. നമ്മുടെ സോപ്പ് സെറ്റായിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് നമുക്ക്